അങ്ങനെ നമ്മൾ മാലിക്കിനെ ഒന്ന് അലൈൻമെൻറ്റ് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിൽ ഒരു അലൈൻമെൻറ്റിൻ്റെ ഷോപ്പിലേക്ക് കയറ്റിയിട്ടുണ്ട്. യാദൃശ്ചികമായിട്ട് കണ്ടപ്പോൾ കയറ്റിയതാണ്. കുറഞ്ഞ കിലോമീറ്റർ ഓടിന് ഒരു 10-30 കിലോമീറ്റർ ഓടിയതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ ഒരു അലൈൻമെൻറ്റ് ഷോപ്പ് കിട്ടിയത്. അപ്പോൾ അതിലേക്ക് കയറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് അലൈൻമെൻറ്റ് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ ആ ഉന്തിക്കൊണ്ട് വരുന്നൊരു സാധനം ഉണ്ടല്ലോ, അത് ഇവിടെ ഹൈഡ്രോളിക് ചെയ്യണ ഒരു മെഷീനാണ്. അത് കണ്ടപ്പോൾ എനിക്കൊരു താല്പര്യം, നമ്മൾ വണ്ടി ഒന്ന് ചെയ്താലോ എന്ന്. അങ്ങനെ നമ്മൾ അതും ചെയ്യുകയുണ്ടായി. അപ്പോൾ അതൊക്കെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ വണ്ടി നിൽക്കുന്നത് ആത്മക്കുറി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുമ്പോഴുള്ള മെയിൻ റോഡിൻ്റെ സൈഡിലായിട്ടുള്ള ഒരു അലൈൻമെൻറ്റ് ഷോപ്പിലാണ്. ഇതിൻ്റെ ചുറ്റുഭാഗം നോക്കുമ്പോൾ ഇതുപോലത്തെ കടകൾ കാര്യങ്ങൾ പിന്നെ വർക്ക്ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ തന്നെയാണ് മെയിനായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇത് മിൽമയുടെ ഷോപ്പ് മാതിരി ഉള്ളൊരു ഷോപ്പാണ്. മിൽമ അല്ല എന്നാണ് തോന്നുന്നത്. ഫുള്ള് തെലുങ്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ക്യാച്ച് ചെയ്യണില്ല. അങ്ങനെ ഓപ്പോസിറ്റ് നോക്കുമ്പോൾ ഇതുപോലത്തെ വർക്ക്ഷോപ്പുകൾ പിന്നെ വാട്ടർ സർവീസിൻ്റെ കടകൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഏരിയ എന്ന് നമുക്ക് പറയാം. ടയറിൻ്റെ ഷോപ്പ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടുത്തെ കടകളെ പ്രത്യേകത ഇതുപോലെ സിമ്പിളായിട്ടുള്ള കടകളാകും എന്നുള്ളതാണ്. എല്ലാ കടയും ഒരുപോലെയാണ്. ഇനിയിപ്പോൾ ഫുഡിൻ്റെ കടയിൽ പോയാലും ഇതുപോലെ തന്നെയാണ് എന്നുള്ളതാണ്. പിന്നെ ഇവിടെയൊക്കെ ട്രാക്ടറുകൾ കാര്യങ്ങളൊക്കെ ഒരുപാട് കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ വലിയ വണ്ടികൾ ഒരുപാട് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഹെൽമെറ്റ് വെച്ചാലാണ് പോലീസ് പിടിക്കുക. ഹെൽമെറ്റ് വെക്കാത്ത ആളുകൾ അങ്ങനെ പോലീസ് പിടിക്കില്ല. പോലീസുകാർ വരെ ഹെൽമെറ്റ് ഇടാതെ. കാരണം വേറെ ഒന്നുമില്ല, ഈ മാല പൊട്ടിക്കൽ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇവിടെ കൂടുതലായിട്ട് നടക്കണതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകളെയാണ് കൂടുതൽ ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് വരുന്ന ആളുകളെയാണ് വേഗം പോലീസ് പിടിക്കുന്നതൊക്കെ പറഞ്ഞു കേട്ടതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അലൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കടൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ സൈഡിലേക്ക് നോക്കുമ്പോൾ അവിടെ ഫാമിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കുറേ ഷെഡുകളൊക്കെ കണ്ട്. എന്തോ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച്. ഞാൻ അങ്ങോട്ട് പോയില്ല. കുറച്ച് ഫുഡിനൊക്കെ നല്ല വിശപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ നമ്മൾ ഇവിടുന്ന് അലൈൻമെൻറ്റ് ചെയ്തിട്ട് നേരെ തെറിക്കുകയാണ് ചെയ്തത്. അങ്ങനെ നീണ്ടു പരന്ന് കിടക്കുന്ന ആ ഒരു ഷെഡിൻ്റെ അവിടെ പല ആളുകളും പണിയെടുക്കുന്നതൊക്കെ ആയിട്ട് കാണാനൊക്കെ സാധിച്ചു. പിന്നീട് നമ്മൾ അലൈൻമെൻറ്റിന് കയറ്റുമ്പോൾ അലൈൻമെൻറ്റിനെ കുറിച്ച് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ഇങ്ങനെയാണ് അലൈൻമെൻറ്റ് ചെയ്യൽ. 4 ടയറിലും ഇതുപോലത്തെ ഒരു സംഗതി സെൻസർ ഘടിപ്പിച്ചതിന് ശേഷം വണ്ടി ഒന്ന് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കൊക്കെ ഒന്ന് ചലിപ്പിച്ച് ക്ലിയർ ആക്കിയിട്ട് പിന്നെ ഫ്രണ്ടിലായിട്ട് വരുന്ന സ്ക്രീനിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വരും. അതിനനുസരിച്ചിട്ടാണ് അലൈൻമെൻറ്റ് ചെയ്യൽ. ഇതുപോലെ അടിയിലിങ്ങനെ വണ്ടിയുടെ അടിയിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ഉണ്ടാവുക. കാരണം അടിയിൽ നിന്നിട്ടും ഓരോ ഭാഗങ്ങളും അയച്ചിട്ട് സെറ്റാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അടിയിലേക്ക് ഇറങ്ങാൻ പാകത്തിനുള്ളൊരു രീതിക്കുള്ള ഒരു ഏരിയയിലാണ് വണ്ടി കൊണ്ടുപോയി നിർത്തുക. പിന്നീട് ഫ്രണ്ടിൽ കാണുന്ന സ്ക്രീനിൽ അതിൻ്റെ പല ഭാഗങ്ങളും കാണിക്കും. ആ പല ഭാഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ടൊക്കെ കറക്റ്റാക്കിയിട്ട് ചെയ്യാനായിട്ടുണ്ട്. കറക്റ്റായി കഴിഞ്ഞാൽ അതിൽ ഓരോ സിഗ്നൽ തരും. പിന്നീട് നമ്മൾ അതിൻ്റെ പൊസിഷനിൽ ആയി എന്ന് മനസ്സിലാക്കാനൊക്കെ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഒരാൾ നിന്നിട്ട് ഫ്രണ്ടിൽ നിന്നിട്ട് ഇങ്ങനെ കൈകാര്യം ചെയ്യും. അടിയിൽ ഒരാൾ കയറി ഇറങ്ങിപ്പോയിട്ട് അവിടെ ഫുള്ള് ക്ലിയറാക്കും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യാറ്. ഇവിടെ മൊത്തത്തിലൊരു പുതിയ ഷോപ്പായതുകൊണ്ട് തന്നെ കടകളിൽ ആളുകളൊക്കെ വരുന്നതേ ഉള്ളൂ. ഒരുപാട് ടയറുകളും കാര്യങ്ങളൊക്കെ കാണാനൊക്കെ സാധിക്കുന്നുണ്ട്. പുതിയ ടയർ നമ്മളവിടുത്തെ അത്രത്തോളം വലിയ ഷോപ്പായിട്ട് കാണുന്നില്ലെങ്കിലും നമ്മളവിടുത്തെ കടകളിലുള്ളതും കൂടുതൽ ടയറുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ഒട്ടുമിക്ക സംഭവങ്ങളും ഇങ്ങനെയാണ്. ചെറിയ കടയായിരിക്കും, പക്ഷേ വലിയ സംഭവമായിരിക്കും. പല ആളുകളും ചെറിയൊരു പെട്ടിപ്പീടിയ മാതിരിയുള്ളൊരു പീടിയ വെച്ചിട്ട് ഗോഡൗൺ, അലോക്കിൻ്റെ ഗോഡൗൺ, അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു കൾച്ചർ. പിന്നെ നമ്മളവിടുത്തെ പോലെ ഒരുപാട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യൂല കടമ്മൽ. കടയിൽ റാക്ക് പോലെ അടിക്കാതൊക്കെ കച്ചവടം കാര്യങ്ങളൊക്കെ ഇവിടെ മെയിൻ ടൗണിലൊക്കെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടിരുന്നത്. പിന്നീട് അലൈൻമെൻറ്റിലെ അളവ് കാര്യങ്ങളൊക്കെ ഇതുപോലെ ഇങ്ങനെ വരുന്നുണ്ട്. ആ അളവിനനുസരിച്ചിട്ട് അടിയിൽ ഒരാൾ ഇറങ്ങിപ്പോയിട്ട് ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുന്നൊക്കെ ഉണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മൾ സ്റ്റാറിങ് ഒന്ന് ക്ലിയർ ആക്കുന്നതാണ്. സ്റ്റാറിങ്ങിന് ഇതുപോലത്തെ കുറച്ച് കമ്പും കൊള്ളിയൊക്കെ എടുത്തിട്ട് സ്റ്റാറിങ് കറക്റ്റ് ലെവലിൽ നിർത്തിയതിൻ്റെ ശേഷം അതും ഒരു അലൈൻമെൻറ്റ് ചെയ്യലിൻ്റെ ഭാഗമായിട്ടുണ്ട്. സ്റ്റാറിങ് കൂടിയും ക്ലിയർ ആക്കിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ സ്റ്റാറിങ് ടൈറ്റ് ആക്കണതാണെന്നാണ് തോന്നുന്നത്. ഇതിനെ കുറച്ച് വ്യക്തമായിട്ട് എനിക്കറിയില്ല. ഇങ്ങനെ ചെയ്യുന്നത് കാണലുണ്ട്, നമ്മൾ നാട്ടിൽ നിന്ന് ഇതുപോലെ കാണലുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടു. സ്റ്റാറിങ് ടൈറ്റാക്കി നിർത്തിയാണെന്നാണ് തോന്നുന്നത്. കാരണം അടിയിൽ പോയിട്ട് ടയർ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ നെട്ട് ബോൾട്ട് കാര്യങ്ങളൊക്കെ തിരിക്കുമ്പോൾ അതിൻ്റെ വ്യതിയാനങ്ങൾ സംഭവിക്കാതിരിക്കാനായിരിക്കാം എന്നാണ് തോന്നുന്നത്. പിന്നീട് സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ ഇതുപോലത്തെ സിഗ്നലുകൾ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്.
ഫ്രണ്ടിലെ രണ്ടും ബാക്കിലെ രണ്ടും അങ്ങനെ ആയിട്ട് സിഗ്നൽ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതിനനുസരിച്ച് ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അടിയിൽ ഉള്ള ആളുകൾ. പിന്നീട് അങ്ങനെ നമ്മൾ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ടയറിൽ കുടിക്കുന്ന ആ ഒരു സിഗ്നലിൽ കിട്ടുന്ന സംഭവങ്ങളൊക്കെ ഊരി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ അതിന് ശേഷമാണ് കേട്ടോ ഇവിടെ എയർ ക്ലിയർ ചെയ്തത്. നമ്മളവിടെയൊക്കെയാണെന്ന് ആദ്യം ടയർ ഊരിയിട്ട് എയർ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയതിന് ശേഷം അതിനൊരു അലൈൻമെൻറ്റ് ചെയ്യലുണ്ട്. ടയർ സെപ്പറേറ്റ് എടുത്തതിന് ശേഷം ടയർ മാത്രം ഒരു അലൈൻമെൻറ്റ് ചെയ്യലുണ്ട്. അത് ഇവിടെ ചെയ്തിട്ടില്ല കേട്ടോ. എന്നോട് പറഞ്ഞ ടയർ ചെറിയ മോശമാണ്, അതുകൊണ്ടാണ് ടയർ കുറവാണെന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്തില്ല. അങ്ങനെ ഇതുപോലത്തെ ഒരു ബില്ല് നമുക്ക് തന്നു കേട്ടോ, എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള. ഇതൊക്കെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നാട്ടിൽ നിന്നൊന്നും ഇതുപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നാട്ടിൽ നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് പരിപാടിയും കഴിച്ചുകൊണ്ട് പോക്കുന്നത്. ഇവിടെ ഇതുപോലത്തെ ബില്ലാണ് തരുന്നത്. അതിൽ ചെയ്ത ഫുൾ ഡീറ്റെയിൽ അടങ്ങിയ ഒരു ബില്ല്. ആ ബില്ല് ഒരു പൊട്ടത്തരം ചെയ്തിട്ടുണ്ട്. KL എന്നുള്ളത് KA എന്നാണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത്. അതായത് കർണാടക രജിസ്ട്രേഷൻ ആയിട്ടാണ് അവർ ടൈപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് വലിയ വാല്യുവേഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ തിരുത്താനൊന്നും പോയില്ല. അങ്ങനെ എൻ്റെ ശ്രദ്ധയിൽ പെട്ടതാണ് ഈ ഒരു ഹൈഡ്രോളിക് മെഷീൻ. അത് ആദ്യം തന്നെ വന്നപ്പോൾ ഞാൻ കണ്ടതാണ്. അപ്പോൾ എനിക്കത് ചെയ്യണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ബോർഡ് കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നെ അത് ചെയ്യണം എന്നുള്ളത് എനിക്ക് ചെറിയൊരു ആഗ്രഹം വന്നു. ഞാനത് ചെയ്യാനും വേണ്ടിയിട്ട് പറഞ്ഞു. അത് ചെയ്തതുകൊണ്ട് എനിക്ക് പിന്നീട് ഭയങ്കരമായിട്ട് ഗുണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞ KA എന്ന് ടൈപ്പ് ചെയ്ത ഈ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. KL ആയിരുന്നു. KL വണ്ടിയെ കർണാടക ആക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മളെ ഹൈഡ്രോളിക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ടേജ് ഇതുപോലെ ബോണറ്റ് തുറന്ന് വെച്ചിരിക്കുകയാണ്. പിന്നീട് നമ്മളെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്ത് കൂടെയാണ് ഈ ഒരു സംഭവം ചെയ്യുക, ഹൈഡ്രോളിക് ചെയ്യുക. അപ്പോൾ എയർ ഫിൽറ്റർ ഊരിയെടുത്തിട്ട് അത് നന്നാക്കിയിട്ട് ക്ലീൻ ചെയ്യും. പിന്നീട് അതിൻ്റെ അടുത്ത് എയർ ഫിൽറ്ററിൻ്റെ അവിടെ നിന്ന് പോണ പൈപ്പിൻ്റെ ഉള്ളിലേക്കാണ് ഈ ഒരു മെഷീൻ്റെ ഒരു പൈപ്പ് ഘടിപ്പിക്കുക. പിന്നീട് അതിന് ശേഷം ഇത് ഓണാക്കിയിട്ട് നമ്മളെ വണ്ടിയും റണ്ണിങ്ങിലിട്ടിട്ട് അരമണിക്കൂറോളം വരുന്ന ഒരു നീണ്ട പ്രൊസീജിയറാണ്. ഇതൊക്കെ കഴിഞ്ഞാലുണ്ട് ഇതിൽ നിന്നൊരു വണ്ടിയിൽ നിന്നൊരു പുക വരാൻ. അത് കണ്ടപ്പോഴാണ് അത് സംഗതി സെറ്റായി എന്ന് മനസ്സിലായത്. കാരണം ആ പുക മാക്സിമം കറുത്ത പുക തള്ളിയതിന് ശേഷം പിന്നെ വെളുത്ത പുകയിലേക്ക് ആക്സിലേറ്റർ കൊടുത്ത് കുറച്ചുകൂടി കഴിയുമ്പോൾ ഫുള്ള് നല്ല ക്ലിയർ ആയിട്ടുള്ള വെളുത്ത പുക കിട്ടി എന്നുള്ളതാണ്. ഇതുകൊണ്ട് എനിക്ക് കൂടുതൽ ഗുണമാണോ ദോഷമാണോ എന്നുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും അറിയില്ല. കുറേ ആൾക്കാർ ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ ചെയ്യണം, ഇതുമായിട്ട് ബന്ധപ്പെട്ട നല്ല പുള്ളിയും കാര്യങ്ങളും മൈലേജ് ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരാഗ്രഹം കൊണ്ട് ചെയ്തതാണ്. പിന്നെ ഇത് ചെയ്തതിന് ശേഷം വണ്ടിക്ക് നല്ല കുതിപ്പായിരുന്നു, നല്ല രസം സുഖകരമായിട്ടുള്ളൊരു ഓട്ടലും പിന്നെ തരിപ്പ് കാര്യങ്ങൾ ഇങ്ങനത്തെ ഒന്നും ഇല്ലാതെ നല്ലൊരു കൂളിംഗ് ആയിട്ടുള്ളൊരു ഇഞ്ചിനായി മാറി എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു എയർ ഫിൽറ്റർ എടുത്ത് മാറ്റിയിട്ട് ആ ഒരു ഭാഗത്തേക്ക് നമ്മളെ പൈപ്പ് ഘടിപ്പിച്ചതാണ്. അതായത് ഈ ഹൈഡ്രോളിക് മെഷീൻ്റെ പൈപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട്. അത് ആ വലിയൊരു പൈപ്പിലേക്കാണ് കയറ്റി വെച്ചിട്ടുള്ളത്. ബാക്കി വരുന്ന ഭാഗം ഇതുപോലെ തുണി കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മളെ എയർ ഫിൽറ്റർ എടുത്തിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഊരിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. പിന്നീട് ഈ ഊരിയെടുത്ത എയർ ഫിൽറ്ററിൽ നിന്ന് ഒരുപാട് പുകയാണ്, കറുകറുത്ത പുകയും പൊടിയും കാര്യങ്ങളൊക്കെയാണ് ഇവർ അതിലേക്ക് എയർ അടിച്ചപ്പോൾ പോകുന്നത് കണ്ടത്. നല്ല പാർന്ന പൊടിയും കാര്യങ്ങളും. ഇത്രത്തോളം പൊടി ഇതിലുണ്ടായിരുന്നോ എന്ന് വരെ ഞാൻ സംശയിച്ചു പോയി. അത്രയ്ക്കും പൊടിയായിരുന്നു ഈ ഒരു എയർ ഫിൽറ്ററിൽ ഉണ്ടായിട്ടുള്ളത്. ഇത് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ആക്കണം എന്നൊക്കെ പണ്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷേ നമ്മളിതുവരെ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇത് ചെയ്തപ്പോൾ അതിന് പാർന്ന പൊടിയും കാര്യങ്ങളും കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ഇനി നമ്മളെ പ്രൊസീജിയർ ഇവിടെ തുടങ്ങാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. ഏകദേശം അരമണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഈ ഒരു പ്രൊസീജിയർ ഒരു ഡോക്ടറെ അടുത്തേക്ക് പോയൊരു ഫീലിംഗ് ആണ് കേട്ടോ ഈ ഒരു അവസരത്തിൽ കിട്ടിയത്. മൂപ്പര് ആ മെഷീനിൽ നമ്മൾ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അടിക്കുകയാണ്. നമ്മൾ നമ്പറാണ് ചോദിക്കുന്നത്. അങ്ങനെ എൻ്റെ നമ്പർ പറഞ്ഞു കൊടുത്തതിൻ്റെ ശേഷം അതൊക്കെ അടിച്ചതിന് ശേഷമാണ് ഇത് ചാലു വെക്കുക. അപ്പോൾ ഈ ഒരു വ്യക്തിയാണ് ഇവിടെ മെയിനായിട്ടുള്ള ഇവിടുത്തെ ആശാൻ എന്ന് പറയാം. അതായത് മെയിൻ പണിക്കാരൻ മൂപ്പരാണ് കേട്ടോ. മൂപ്പര അണ്ടറിലാണ് ഫുൾ കാര്യങ്ങളൊക്കെ പോകുന്നത്. മറ്റേ പയ്യന് ഹെൽപ്പറാണ്. പിന്നെ ഒരു മാനേജർ വേറെയും കാണാനൊക്കെ സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു മെഷീന് ഓണാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഓണാക്കി കഴിയുമ്പോൾ ഇതുപോലെ ഒരു തിളക്കുന്ന ഒരു പാനീയം, അത് എന്താണെന്നുള്ളത് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. ആ ഒരു പാനീയം ഇങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവിടെ നിന്ന് വരുന്ന പൈപ്പാണ് നമ്മളെ എയർ ഫിൽറ്ററിൻ്റെ ആ ഒരു പൈപ്പിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മളെ എയർ ഫിൽറ്ററിൻ്റെ ആ ഒരു ഫിൽറ്ററാണ് ഈ കാണുന്നത്. ഈ ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് ഒരുപാട് പുകയും കാര്യങ്ങളൊക്കെ വന്നത്. വീണ്ടും മൂപ്പര ഒന്നും കൂടി അത് ക്ലീൻ ആക്കിയിട്ട് മെയിൻ ആശാൻ എന്ന് പറഞ്ഞില്ല, മൂപ്പര എടുത്തിട്ട് ഒന്നും കൂടി ക്ലീൻ ആക്കിയപ്പോൾ വീണ്ടും അതിന് ഒരുപാട് പുകയും പൊടിയൊക്കെയാണ് പാർന്നത് കണ്ടത്. അപ്പോൾ അത്രമാത്രം പുകയും പൊടിയും വന്നപ്പോൾ തന്നെ നമുക്ക് ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നത് തന്നെയാണെന്ന് സംശയിച്ചു പോയി. കാരണം ഏറാണ്ട് ചെന്നപ്പോഴേ നമ്മളെ മാലിക്ക് ഹോസ്പിറ്റലിൽ പോയൊരു ഫീലിങ്സ് ആട്ടോ. അതായത് ഹോസ്പിറ്റലിൽ പോയാൽ നമ്മൾ ഫസ്റ്റ് എങ്ങനെ ഒരു ഗ്ലൂക്കോസ് എടുത്ത് കയറ്റില്ല, അതേപോലെ വണ്ടി നിർത്തിയിട്ടുണ്ട്, ഗ്ലൂക്കോസ് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഭയങ്കര രസം. ആ പുകയും കാര്യങ്ങളൊക്കെ കൂടി തള്ളുമ്പോഴേ അപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ഒരു
പ്രൊസീജിയർ നമുക്ക് മനസ്സിലാവുക. മൂപ്പര് വിളിച്ചു കൊണ്ടുപോയി കാണിച്ചത് ചെയ്ത് എനിക്കറിയില്ല അതിങ്ങനെ സംഭവിക്കും എന്നുള്ളത്. മൂപ്പര് എന്നെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം വിളിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ബാക്ക് കൊണ്ടുപോയിട്ട് ഇന്നവിടെ നിർത്തി. അവിടെ തന്നെ ഞാൻ നിന്നും ചെയ്ത്. ഇപ്പുറത്തേക്ക് നിൽക്കണ കുഴപ്പമുണ്ടായില്ല. അങ്ങനെ നിന്നപ്പോഴാണ് അതിന്ന് വരുന്ന കറുകറുത്ത പുക അതിലേക്ക് പുറത്തേക്ക് തള്ളുന്നത് കാണാൻ സാധിച്ചത്. പിന്നീട് അത് വെള്ള നിറത്തിലേക്ക് മാറി എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ പരിപാടി കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞ് അപ്പോൾ ഊരിയ സംഭവങ്ങളൊക്കെ നമ്മൾ വീണ്ടും റിട്ടേൺ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു എയർ ഫിൽറ്റർ ഊരിന്ന് അതിൻ്റെ ആ ഒരു അവിടെ നിന്ന് വരുന്നൊരു പൈപ്പ് ഊരിന്ന് ആ പൈപ്പിലേക്കാണ് നമ്മളെ നോസിൽ കുടുക്കിയത്. നമ്മളെ ഹൈഡ്രോളിക് മെഷീനിൽ നിന്ന് വരുന്ന നോസിൽ. പിന്നീട് ഈ എയർ ഫിൽറ്റർ റിട്ടേൺ അങ്ങോട്ട് തന്നെ കയറ്റിയിട്ട് ആ പൈപ്പും അതുപോലെ തന്നെ കുടുക്കി. അങ്ങനെ ആ ഒരു സമയമായപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഓണർ ഇവിടെ വന്നിരുന്നു. ആ ഓണറാണ് ആ കാണുന്ന ആൾ. മൂപ്പര് ഭയങ്കര ഡീസൻ്റായിട്ടാട്ടെ നമ്മളോട് പെരുമാറിയത്. കാര്യങ്ങളൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആളുകളാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് മൂപ്പർക്ക് ഭയങ്കര അതിശയവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ നമുക്ക് ഭയങ്കര പ്രയോറിറ്റി ഒക്കെ തരുന്ന രീതിയിലൊക്കെ സംസാരിച്ചൊക്കെ ചെയ്ത്. പിന്നീട് ഞാൻ പറഞ്ഞ ആ പുക തള്ളിച്ചാണ് ഈ കാണുന്നത്. ഇതിന് മുന്നേ തള്ളിയത് എനിക്ക് ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് തള്ളിക്കുന്നതാണ് ഈ കാണുന്നത്. കുറേ നേരം ആക്സിലേറ്റർ ഇങ്ങനെ കൊടുത്ത് പിന്നീട് ലാസ്റ്റ് ഇതൊരു വൈറ്റ് പുകയിലേക്കാണ് മാറി എന്നുള്ളതാണ്. അതായത് ഒന്നിച്ചില്ല ആ ഒരു കറുത്ത അതിൽ ഉള്ള വേസ്റ്റ് മൊത്തം ഇവിടെ വന്നിട്ട് അടിഞ്ഞു കൂടിയത് ഒറ്റയടിക്ക് ആക്സിലേറ്ററിന് കൊടുത്ത സമയത്ത് ഒന്നിച്ച് പുറത്തേക്ക് വന്നപ്പോൾ ഒരുപാട് കറുത്ത പുക തള്ളി. പിന്നീട് ആക്സിലേറ്റർ കൊടുക്കുന്തോറും വെള്ള ഈ കറുത്ത ആ ഒരു പുക മാറി വരാനും തുടങ്ങി. ഈ ഒരു പുക തള്ളിക്കുന്നതോട് കൂടിയിട്ടാണ് എനിക്ക് ഈ ഒരു പ്രൊസീജിയറിൻ്റെ ഡീറ്റെയിൽ കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ നമ്മൾ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. ഇതിവിടെ ഒരു ബിസിനസ്സാണ് കേട്ടോ. അതായത് തണുത്ത വെള്ളമാണ് ഈ ബോട്ടിലിൽ വരുന്നത്. നമ്മൾ നാട്ടിലൊന്നും കണ്ടിട്ടില്ല. എല്ലാ കടകളിലും ഇതുപോലത്തെ ബോട്ടിലുണ്ടാവും. അതിങ്ങനെ റീഫിൽ ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഒരു 10-50 ബോട്ടിലുണ്ടെങ്കിൽ 50 കടയിലേക്ക് നമുക്ക് ഒരു 100 ബോട്ടിലുണ്ടെങ്കിൽ 50 കടയിലേക്ക് നമുക്ക് എന്തെങ്കിലും ഓർഡർ എടുക്കാം. രാവിലെ അവരെ ബോട്ടിൽ എടുത്തിട്ട് നമ്മളെ ബോട്ടിൽ വെച്ച് കൊടുക്കുക. 40 രൂപ 50 രൂപയൊക്കെയാണ് ഒരു ബോട്ടിൽ വെള്ളത്തിന്. തണുത്ത വെള്ളമായിരിക്കും. രാത്രി 8 മണി 10 മണി വരെ ആ ഒരു തണുപ്പ് നിലനിൽക്കുന്നുള്ളതാണ്. അതൊരു പ്രത്യേക ഒരു ബിസിനസ്സായി നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു ബിസിനസ് ഐഡിയയും ആശയവുമായി തോന്നി എനിക്ക്.